മിഡിൽ ക്ലാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ടാക്സിലടക്കം വളരെ ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് യൂണിയൻ ബഡ്ജറ്റാണ് 2025 ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ ശ്രദ്ധ പ്രധാനമായിട്ടും പോകുന്നത് ഡിഫൻസ് ബഡ്ജറ്റിലാണ്. ലോകത്തെ നാലാമത്തെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ബഡ്ജറ്റുള്ള രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, ചൈന, റഷ്യ, നാലാമത് ഇന്ത്യ. നേരത്തെ മൂന്നാമതായിരുന്നു. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് ഇന്ത്യ നാലാമത് പോകുന്നത്. കാരണം റഷ്യ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് വളരെയധികം വർദ്ധിപ്പിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് 2025 യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് $78 ബില്യൺ ആണ്. രണ്ട് മൂന്ന് കാരണങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, നമുക്കറിയാം അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് നമ്മൾ രൂപയിൽ നിന്ന് US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും $78 ബില്യൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു 100 ബില്യൺ എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഇത് കുറെ പേര് വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഇന്ത്യക്കൊരു 100 ബില്യൺ ഡിഫൻസ് ബഡ്ജറ്റ് ഒക്കെ കൊണ്ടുവന്നൂടെ, നമുക്ക് ചൈനയോടും അമേരിക്കയോടും അതുപോലെ പാകിസ്ഥാനോടും ബംഗ്ലാദേശിനോടും ഒക്കെ മത്സരിക്കണമെങ്കിൽ, ടെക്നോളജിയിൽ ഇപ്പൊ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടിയാലേ സാധിക്കൂ എന്ന് പറയുന്നവരുണ്ട്. സോ നമ്മൾ ഈ വിഷയത്തിൽ വളരെ ഡീപ്പായിട്ട് ചരിത്രപരമായി തന്നെ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു രണ്ടോ മൂന്നോ മിനിമം ശത്രു രാജ്യങ്ങൾ നമുക്കുണ്ട്. ഈ രാജ്യങ്ങളുമായിട്ട് ഏത് സമയത്തും ഭാവിയിൽ യുദ്ധങ്ങൾ ഉണ്ടാവാം. അതിൽ ചൈനയും പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ബംഗ്ലാദേശിനെ നമ്മൾ അടുത്ത കുറെ കാലത്തേക്ക് നമ്മളൊരു എനിമിയായിട്ട് കാണേണ്ടതില്ല. അവരത്രയും മിലിറ്ററി പവറൊന്നുമല്ല. പക്ഷെ പാകിസ്ഥാനും ചൈനയും അങ്ങനെയല്ല. സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. പക്ഷെ എന്നാലും ഇന്ത്യ ആക്രമിക്കാനുള്ള ഒരു ധൈര്യമൊന്നും ഈ രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ കാണിക്കാനുള്ള സാധ്യതയൊന്നും നമ്മുടെ മുമ്പിലില്ല. എന്തായാലും അടുത്തൊരു 5 വർഷത്തേക്കെങ്കിലും ഒരു യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് ഡിഫൻസ് ബഡ്ജറ്റ് കുറഞ്ഞു എന്നൊരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഇപ്പൊ 2008-2007 സമയത്ത് ചൈനയുടെ GDP എത്രയായിരുന്നോ ഏതാണ്ട് അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ GDP. നോക്കൂ, 2007-8 കാലഘട്ടത്തിൽ. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പൊ ഈ 2007-8 കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ 7 ഏകദേശം 3.7 ട്രില്യനും 8 4 ട്രില്യനും ക്രോസ് ചെയ്യാണ് ചൈന ടോട്ടൽ GDP, നോമിനൽ GDP-യിൽ. 2008 അവസാനിക്കുമ്പോൾ ചൈനയുടെ GDP എന്ന് പറയുന്നത് 4.6 ട്രില്യൻ ആണ്. അതായത് വളരെയധികം ഒരു എക്കണോമിക് ഗ്രോത്ത് ചൈനയിൽ ഉണ്ടാവുകയാണ്. കാരണം ചൈനയുടെ ഗ്രോത്ത് റേറ്റ് 9.7 ആണ് ആ സമയത്ത്. ഇന്ത്യയെക്കാൾ വേഗത്തിലുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ചൈനയ്ക്ക് ഉണ്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. വളരെ വലിയൊരു ഗ്രോത്ത് റേറ്റ് 2007-8 കാലത്ത് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് എക്കണോമി വളരെ വേഗത്തിൽ ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. എന്നാൽ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഒരു പ്രൊജക്ട് ചെയ്തിരിക്കുന്ന GDP എന്ന് പറയുന്നത് 4.34 ട്രില്യൺ ആണ്. അപ്പൊ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പക്ഷേ എത്രയാണ്? 6.4 ആണ് പ്രൊജക്ട് ചെയ്യുന്നത്. ചൈനയുടെ എക്കണോമിക് ഗ്രോത്തിനേക്കാൾ സെയിം കാലഘട്ടത്തിലുള്ള ചൈനയുടെ ഗ്രോത്തിനേക്കാൾ കുറവാണിപ്പോൾ. ഇപ്പൊ ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് ഇന്ത്യയേക്കാൾ കുറവാണ്. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. ഏതാണ്ട് ഇതേ GDP ഉള്ള സമയത്ത് ചൈന 2008-2009 കാലഘട്ടത്തിൽ ഏതാണ്ട് 10% അടുത്ത് GDP ഗ്രോത്ത് നേടിയപ്പോൾ ഇന്ത്യക്ക് 6.4 നേടാൻ കഴിയുന്നുള്ളൂ. അതിന് കാരണം ഇന്ന് ഇന്ത്യക്ക് ചൈനയെ പോലെ വലിയ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അന്ന് ചൈനയ്ക്ക് അങ്ങനെയുള്ള മത്സരം വേറെ രാജ്യങ്ങളുമായിട്ടില്ല. ജപ്പാനൊക്കെ വളരെയധികം മുമ്പ് തന്നെ ചൈനയുടെ പുറകിൽ പോയിരുന്നു. അത്ര വലിയൊരു മാനുഫാക്ചറിങ് പവർ ആയിരുന്നില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇന്ത്യക്ക് ഇന്ന് വളരാനുള്ള തടസ്സം ചൈന തന്നെയാണ്. കാരണം ചൈന സ്വയം ഒരു വലിയ മാനുഫാക്ചറിങ് ഹബ്ബായി മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ അവരോടാണ് മത്സരിക്കേണ്ടത്. ഇപ്പോൾ സാംസങ്ങിനോടും ആപ്പിൾ ഫോണിനോടും ഒക്കെ ഒരു പുതിയ മൊബൈൽ ബ്രാൻഡ് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ അവസ്ഥയാണ് ഇന്ത്യക്കും. കാരണം വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ടുള്ള ഒരു രാജ്യത്തോട് ഒരു പുതിയ മാനുഫാക്ചറിങ് പവർ ആകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ചൈനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ലായിരുന്നു. US അടക്കം സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഇന്ത്യയുടെ അത്രയും GDP ചൈനയ്ക്ക് ഉണ്ടായിരുന്ന കാലത്തെ ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. $59 ബില്യൺ ആണ് ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് 2008. അതായത് ഇന്നത്തെ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റിനേക്കാൾ കുറവാണ്. നമുക്ക് 4.3 ട്രില്യൺ GDP ഉള്ളപ്പോൾ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എത്രയാണ്? 78 ബില്യൺ ആണ്. ഏതാണ്ട് ഇതേ GDP ഉള്ളപ്പോൾ ചൈന അന്ന് മാറ്റിവെച്ച ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 59 ബില്യൺ ആണ്. അതിന്റെ കാരണം ഈ എക്കണോമിക് ഗ്രോത്തിന്റെ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഫോക്കസ് എക്കണോമിക് ഗ്രോത്തിലും ഇൻഫ്രാസ്ട്രക്ചറിലും ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ ഡെവലപ്മെന്റിലും തന്നെയാണ് ആകേണ്ടത്. നമ്മൾ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് താരതമ്യേന കൂടുതലാണെന്ന് പറയാം. അപ്പൊ അതിൽ കുറെ പേര് ഉന്നയിക്കുന്ന വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്കറിയാം സൈനികരുടെ എണ്ണം കൂടുതലാണ്. 14 ലക്ഷത്തിൽ കൂടുതൽ സൈനികരുണ്ട്. നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റിന്റെ ഒരു വലിയ ഒരു പങ്കും സൈനികരുടെ ശമ്പളം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും. പിന്നെ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ബാക്കി കിട്ടുക ആയുധങ്ങൾ വാങ്ങാനും നിർമ്മിക്കാനും ഒക്കെ ആയിട്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്. ഇപ്പൊ ചൈനയ്ക്കും ബാധകമാണ്. ചൈനയിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം സൈനികരുണ്ട്.
പണ്ടും അത് 2007-ലും 2008-ലും ഒക്കെ ചൈനയിൽ സൈനികരുടെ എണ്ണം ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അന്നത്തെ $59 ബില്യൺ എന്ന് പറയുന്ന അവരുടെ ഡിഫൻസ് ബഡ്ജറ്റിൽ നിന്ന് തന്നെയാണ് അവരും ആ പണമൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മളും അത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു തുകയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ മികച്ച ടെക്നോളജീസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ മികച്ച രീതിയിൽ ഇതിനെ കിട്ടിയ പണത്തെ വിനിയോഗിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ നമ്മുടെ ടോട്ടൽ GDP-യിൽ 5%, 10% നമുക്ക് ഒരിക്കലും ഡിഫൻസ് ബഡ്ജറ്റിന് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം വലിയ രാജ്യമാണ്, ഒരുപാട് തുക പല പല കാര്യങ്ങൾക്കായിട്ട് നീക്കി വെക്കേണ്ടി വരും. അപ്പൊ അതിൽ നമ്മൾ ലോജിക്ക് വെച്ച് നോക്കിയാൽ ആ പറയുന്നതിനോട് 100 ബില്യൺ കാണാനുള്ള മോഹം കൊണ്ട് നമ്മൾ 100 ബില്യൺ വേണമെന്ന് പറയുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ വലിയൊരു മാസമായിട്ടുള്ള ഒരു മിലിറ്ററി ബജറ്റൊക്കെ കൊണ്ടുവന്ന് ഇപ്പോഴേ ലോകത്ത് മറ്റ് രാജ്യങ്ങളുടെ കണ്ണിലെ കരടാകേണ്ട കാര്യവുമില്ല. അതേസമയത്ത് ചൈനയും അത് തന്നെയാണ് ചെയ്തത്. ആദ്യം നമ്മൾ സാമ്പത്തികമായി ശക്തി നേടുക, അതിനുശേഷം നമുക്ക് മിലിറ്ററിയൊക്കെ നമുക്ക് ശക്തിപ്പെടുത്താം. ഇനി നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ചൈന ഇന്ത്യയെക്കാൾ എന്തുകൊണ്ട് വേഗത്തിൽ വളർന്നു, വേഗത്തിൽ മുന്നോട്ട് പോയി എന്നത് പൊതുവെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊന്നും പറയത്തില്ല. ഇനി BJP-ക്കാർ ഇപ്പോൾ ഭരണകക്ഷിയാണ്, ഇവര് തന്നെ ഇത് കൃത്യമായിട്ടും അതിന്റെ റീസൺസ് ഒന്നും എവിടെ അങ്ങനെ പറയുന്ന കാണാറില്ല. അപൂർവമായിട്ടൊക്കെ ചിലർ പറയുന്നു എന്നുള്ളതല്ലാതെ. കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്ത്യയെ ബ്ലെയിം ചെയ്യുമ്പോഴും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് പിന്തുടർന്നു വരുന്ന അല്ലെങ്കിൽ പിന്തുടർന്നുകൊണ്ടിരുന്ന സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയെ പിന്നിലും ചൈനയെ മുന്നിലുമാക്കിയത്. മാവോയ്ക്ക് ശേഷം 1978-ല് ഡെങ് ഷിയാവോപിങ് എന്ന് പറയുന്ന ചൈനയുടെ പുതിയ ഭരണാധികാരി അദ്ദേഹം നടപ്പിലാക്കിയ മാർക്കറ്റ് റീഫോംസ് 1978-ലാണ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് രാജ്യം തുറന്നു കൊടുക്കുന്നു, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു, വൻതോതിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആധുനിക ചൈനയുടെ എല്ലാ വികസനത്തിന്റെയും ക്രെഡിറ്റ് ഡെൻ ഷിയാവോപിങ് എന്ന് പറയുന്ന ആ മനുഷ്യന് പോകുന്നത്. അപ്പൊ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇന്ന് ചൈനയെ ഈ നിലയിലേക്ക് എത്തിച്ചത്. 1978-ല് അന്നും ഇന്ത്യ പിന്തുടർന്നിരുന്നത് എന്താണ്, സോവിയറ്റ് രീതിയിലുള്ള ആ ഒരു എക്കണോമി ആയിരുന്നു. പക്ഷെ അത് പിന്നീട് ഇന്ത്യയിൽ മാറുന്നത് 90-കൾക്ക് ശേഷം നരസിംഹറാവുവിന്റെ ഒരു കാലത്താണ് ഇന്ത്യയിൽ മാർക്കറ്റ് റീഫോംസ് ഉണ്ടാവുന്നതും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന എക്കണോമിക് റീഫോംസ് ഉണ്ടാവുന്നതുമൊക്കെ ഇന്ത്യൻ വിപണി വിദേശ കമ്പനികൾക്കും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ ആയിട്ട് തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ചൈനയിൽ 78-ലുണ്ടായ മാറ്റം ഇന്ത്യയിൽ 92-ൽ ഉണ്ടാവുന്നു. അപ്പൊ ചൈന അപ്പോഴേക്കും നമ്മളെക്കാൾ ഒരുപാട് മുമ്പിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് 78-ൽ തുടങ്ങിയ ആ ഒരു മാറ്റമാണ് 2007, 2008 ആകുമ്പോൾ ചൈനയുടെ GDP ഗ്രോത്ത് 9.7, 9.5 എന്നൊക്കെ ഉള്ള ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു വലിയ അന്തരം ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുടെയും GDP വളരെ ക്ലോസ് ആയിരുന്ന ഒരുപാട് കാലം ഉണ്ടായിരുന്നു. മാറ്റം ഉണ്ടാവുന്നത് 78-ന് ശേഷമാണ്. അപ്പൊ ഇന്ത്യയിലെ ഭരണാധികാരികൾ ലോകത്തെ ആ ഒരു പൾസ് മനസ്സിലാക്കുന്നതിലും എക്കണോമിക് ഗ്രോത്ത് തിരിച്ചറിയുന്നതിലും അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നതിലും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കുറച്ചധികം സമയമെടുത്തു. ചൈന ഇത് നേരത്തെ മനസ്സിലാക്കി ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈന ചെയ്ത ഇതേ കാര്യം ചിലപ്പോൾ ഇന്ത്യയാണ് ചെയ്തിരുന്നതെങ്കിൽ അമേരിക്കൻ കമ്പനികളും യൂറോപ്യൻ കമ്പനികളും ഒക്കെ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇന്ത്യക്ക് അന്ന് അതിന് കഴിഞ്ഞില്ല. ഇന്ത്യ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ തന്നെ തൂങ്ങിക്കിടന്നു. ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ് അല്ലെങ്കിൽ 10 ചെവി എന്നും പറഞ്ഞ് ഇന്ത്യ ഇരുന്നു. പക്ഷേ ചൈന മാറി ചിന്തിച്ചു, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നിട്ട് കൂടി. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ചൈന നടത്തിയ അഗ്രസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ആണെങ്കിലും അത് ഒരു ഘട്ടത്തിൽ അവരുടെ GDP-യുടെ 10% ഉണ്ടായിരുന്നു. അത് വേൾഡ് ഫാക്ടറി എന്ന നിലയിലേക്ക് ചൈന മാറുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പുതിയ പോർട്ടുകൾ, റോഡുകൾ, ഹൈസ്പീഡ് റെയിലുകൾ, അങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ചൈന നടപ്പിലാക്കിയതാണ് ചൈനയുടെ വികസനത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൈന കംപ്ലീറ്റ് ആക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോഴും അത് ചെയ്യുന്നതേ ഉള്ളൂ. റോഡ്, റെയില്, പോർട്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ചൈന കൈവരിച്ച വേഗത നമുക്ക് ഈ കാര്യങ്ങളിൽ കൈവരിക്കാൻ പറ്റുന്നില്ല. കാരണം ചൈന ഒരു സിംഗിൾ പാർട്ടി ഉള്ള ഒരു രാജ്യമാണ്. അവർക്ക് വേഗത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഒച്ചഴയുന്ന വേഗത്തിലേ നടക്കൂ. പക്ഷെ എങ്കിലും ഇപ്പം നടക്കുന്നുണ്ട്. അപ്പൊ അത് പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് വേണം വിദേശ കമ്പനികൾ ഇങ്ങോട്ട് വരാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഇപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ NH-66 പണി നടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് നമ്മൾ ഇത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യ. നിങ്ങൾ ഇവിടേക്ക് വരൂ, നിക്ഷേപിക്കൂ, കമ്പനികൾ തുടങ്ങൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ലോകത്തെ ഇങ്ങോട്ട് ആകർഷിക്കണം. ആ കമ്പനികൾ ഇവിടെ വന്ന് അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ ഹബ്ബുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യക്കാർക്ക് അതിൽ ജോലി കിട്ടുന്നു. അതിൽ നിന്ന് അവർ പ്രൊഡക്ഷൻ നടത്തി കയറ്റുമതി ചെയ്യുന്നു. ഇത് സമയമെടുക്കും. ഈ പ്രോസസ്സിലൂടെ നമ്മുടെ GDP പതിയെ പതിയെ ഗ്രോ ചെയ്യും, ഇപ്പോഴത്തേനേക്കാളും വേഗത്തിൽ. അത് ചിലപ്പോൾ ഒരു 5-10 വർഷത്തിനിടയിലേ നടക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നടക്കില്ല, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 2035-36 ആകുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 8, 9, 10
ഒക്കെ ശതമാനം GDP ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇതിനിടയിൽ നമുക്ക് ചലഞ്ചസ് ഉണ്ട്. ചൈനയിൽ നിന്ന് അതുപോലെ അമേരിക്കയിൽ നിന്ന് നമ്മുടെ താഴെ ഇറക്കാനായിട്ട് ഇവർ പരിശ്രമിക്കുന്നുമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് വളരാൻ പാടില്ല. കാരണം നമ്മുടെ ഏതൊരു രാജ്യത്തിൻ്റെയും, നമ്മുടെ എന്നല്ല ഏതൊരു രാജ്യത്തിൻ്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആയുധങ്ങളുടെ എണ്ണമല്ല, ആ രാജ്യത്തിൻ്റെ എക്കണോമിയാണ്. പവർ എന്ന് പറയുന്നത് പണമാണ്. പണമുണ്ടെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് ഏത് ഘട്ടത്തിലും പിടിച്ചു നിൽക്കാം, എത്ര നാളും യുദ്ധം ചെയ്യാം. എന്നാൽ പൈസ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പണം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയാണ് ആ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത്തിൽ നിർണായകമാവുന്നത്. അപ്പോൾ അത് ഇന്ത്യ നേടുന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് 100 ബില്യൺ ഒന്നും ഇപ്പോൾ എടുത്തു ചാടി നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, കയ്യടിക്ക് വേണ്ടിയിട്ട്. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബഡ്ജറ്റിനെ കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.